ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്. സുവിശേഷത്തെക്കുറിച്ച് വിവിധമായ അഭിപ്രായങ്ങളും വിവിധമായ ചിന്തകളും മനുഷ്യരുടെ ഹൃദയങ്ങളിൽ രൂഢമൂലമായിട്ടുണ്ട്. സുവിശേഷത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളും പഠിപ്പിക്കലുകളും കേട്ടുകേൾവികൾ പറഞ്ഞു വരുത്തിയിട്ടുള്ള നിരവധി കിംവദന്തികളും ഇതിന്റെ പിന്നിലുള്ളപ്പോൾ എന്താണ് സുവിശേഷം എന്നത് ലളിതമായി അല്പസമയം കൊണ്ട് ഞങ്ങൾ ഒന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സകലരുടെയും ശ്രദ്ധയെ ഞങ്ങൾ ഒരിക്കൽ കൂടെ ഈ സന്ദേശത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ആർഷഭാരതത്തിൽ മുളച്ചു വന്നിട്ടുള്ള നിരവധി മതങ്ങളും തത്വജ്ഞാനങ്ങളും വിവിധ നിലവാരങ്ങളിലെ പ്രസ്ഥാനങ്ങളുമൊക്കെ ഈ ഭാരതത്തിന് എന്നും അഭിമാനമായി തന്നെ മാറിയിട്ടുണ്ട്. അങ്ങനെ ഭാരതത്തിൽ വന്നു ചേർന്നിട്ടുള്ള നിരവധി ആശയങ്ങളും നിരവധി മതങ്ങളും ഒക്കെ നല്ല നിലവാരത്തിൽ വേരുപിടിച്ചിരിക്കുന്ന ഈ ഭാരതത്തിന്റെ മണ്ണിൽ സുവിശേഷവും കാലങ്ങൾ കൊണ്ട് ഈ ദേശത്തും വന്നു ചേരുവാൻ ദൈവത്തിന് കൃപ തോന്നി. ദൈവം ദേശത്തെ സ്നേഹിച്ചതുകൊണ്ട് ദൈവം കാലങ്ങൾ കൊണ്ടത് നിർവഹിക്കുകയും ചെയ്തു. എന്താണ് സത്യത്തിൽ സുവിശേഷം? ലളിതമായി ഞങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. സുവിശേഷം ഏതെങ്കിലും ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് ആളെ ചേർക്കുവാൻ വേണ്ടിയുള്ള ഒരു സമ്പ്രദായമല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് എല്ലാവരും അറിയേണ്ടതും എല്ലാവരും അംഗീകരിക്കപ്പെടേണ്ടതും മാന്യവും യോഗ്യവുമായ ഒരു സന്ദേശമാണ്. നിരവധി അനവധി വാർത്തകൾ നാം കേട്ടാണ് ഒരു പ്രഭാതം നമ്മളെ വരവേൽക്കുന്നത്. നാം ഉറക്കമുണർന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ അയ്യം വിളിച്ചു പോകുന്ന വാർത്തകൾ, മൂക്കത്ത് വിരൽ വെച്ച് അയ്യേ എന്ന് ആക്ഷേപത്തോടുകൂടെ പറയുന്ന തരത്തിലുള്ള വാർത്തകൾ, അതിശയം കൂറുമാറുള്ള വാർത്തകൾ, ഇങ്ങനെ നിരവധി അനവധി വാർത്തകൾ കേട്ട് ഞെട്ടി ഉണരുന്ന ഭാരതീയർ, വിശേഷിച്ച് കേരളീയർ. ഇങ്ങനെ ഓരോ ദിനങ്ങളും നമ്മുടെ കാതുകളിലെത്തുന്നു നിരവധി വാർത്തകൾ. അതിലൊരു വാർത്തയാണോ സുവിശേഷം? പലർക്കും തെറ്റിദ്ധാരണകൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വിസ്തരിക്കട്ടെ. അങ്ങനെയൊരു വാർത്തയല്ല സുവിശേഷം. സുവിശേഷം ദൈവം മനുഷ്യനോട് സംവാദിക്കുവാൻ, മനുഷ്യ ജീവിതങ്ങളിൽ അവന്റെ ജീവിതത്തിൽ അടിഞ്ഞുകൂടിയ സകല പാപങ്ങളെയും നീക്കുവാൻ വേണ്ടി ഇഹലോകത്തിലേക്ക് ദൈവം അവതരിച്ചു. ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തിയാൽ, ദൈവം ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി നയന മനോഹരമായ ഭൂമിയെ സൃഷ്ടിച്ച് വേദപുസ്തകത്തിന്റെ താളുകളിൽ നിന്നുകൊണ്ട് വിശുദ്ധ ബൈബിളിന്റെ അലങ്കാരിക പദപ്രയോഗങ്ങൾ ചേർത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങൾ പ്രസ്താവിക്കട്ടെ. മനുഷ്യനെ ദൈവം 6-ാം ദിവസം മെനഞ്ഞു. നിലത്തെ പൊടികൊണ്ട് ദൈവം മനുഷ്യനെ മെനഞ്ഞു. 5 ദിനങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഈ ഭൂമിയിലെ സകല സുഖസൗകര്യങ്ങളും അനുഭവിക്കുവാൻ വേണ്ടി ദൈവം മനുഷ്യനെ നിർമ്മിച്ചു. ക്രിസ്ത്യാനിയെ നിർമ്മിച്ചു എന്നല്ല വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. ഹിന്ദുവിനെ നിർമ്മിച്ചു എന്നല്ല ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. മുസൽമാനെ ദൈവം നിർമ്മിച്ചു എന്നല്ല ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. മനുഷ്യനെ നിർമ്മിച്ചു. സ്നേഹിതരെ, താങ്കൾ ഒരു ഹിന്ദുവാകാം, ഒരു മുസൽമാനാകാം, ഒരു ക്രൈസ്തവനാകാം, ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയായിക്കൊള്ളട്ടെ, മനുഷ്യനെ ദൈവം നിർമ്മിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ കാലക്രമേണ അവൻ പാപത്തിൽ നിബന്ധിച്ചുപോയി. ഈ ലോകത്തിൽ മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുന്ന ഇബലീസിന്റെ വ്യാപാരത്താൽ മനുഷ്യനെ നിബന്ധിച്ചു. ഏദൻ പൂങ്കാവനത്തിൽ ദൈവം അരുതേ എന്ന് പറഞ്ഞാക്കി, അതിൽ തൊടുക പോലും ചെയ്യരുത് എന്ന ദുർവ്യാഖ്യാനത്തോടുകൂടെ ആ വൃക്ഷത്തിന്റെ ഫലവും അത് ഭുജിക്കുകയും അതിൽ നിന്നും ആസ്വദിക്കുകയും ചെയ്ത് മനുഷ്യൻ ദൈവ തേജസ് നഷ്ടപ്പെട്ട് പാപത്തിൽ നിബന്ധിച്ചുപോയി. ദൈവത്തിൽ നിന്നും അകന്നു പോയ മനുഷ്യനെ എങ്ങനെ അടുപ്പിക്കുവാൻ പറ്റും? 2 കരകൾ തമ്മിൽ ചേർക്കുവാൻ ഒരു പാലം നമുക്ക് അതിന്റെ നടുക്ക് പണിതുറപ്പിക്കാം. 2 രാജ്യങ്ങളെ തമ്മിൽ യോജിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ആ രാജ്യത്തേക്ക് മനുഷ്യന് യാത്ര ചെയ്യുവാൻ ഇന്നത്തെ സൗകര്യങ്ങൾ അനുസൃതമായി നാം ചിന്തിച്ചാൽ ഇന്നതിന് ഫ്ലൈറ്റുകൾ നമുക്കത് വിനിയോഗിക്കാം. ഭൂമിയിൽ നിന്നും മറ്റൊരു ഗ്രഹത്തിലേക്ക് യാത്ര ചെയ്യുവാൻ റോക്കറ്റുകൾ ഉപയോഗിക്കാം. ഇങ്ങനെ മനുഷ്യൻ അകലങ്ങൾ എന്ന് പറഞ്ഞതിനെ അടുപ്പിക്കുവാൻ ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരെ എളുപ്പമായി മാറുമ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നുപോയി. അതിന് ഏത് പാലമാ ആർക്കാ പണിയാൻ പറ്റുന്നത്? ദൈവവും മനുഷ്യനും തമ്മിൽ അകന്നുപോയ ബന്ധം ഇവിടെ വീണ്ടും പുനഃസ്ഥാപിക്കുവാൻ
ആർക്കാണ് കഴിയുന്നത്? കഴിയില്ല. ബെയിലി പാലം പണിയുന്നത് പോലെ പീസുകൾ തമ്മിൽ കൂട്ടിയിണക്കിക്കൊണ്ട് ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ഇരുമ്പുകൊണ്ട് ഏതെങ്കിലും ഒരു പാലം തീർത്താൽ ദൈവത്തിലേക്ക് മനുഷ്യൻ അടുക്കുവാൻ കഴിയുമോ? ഇല്ല സ്നേഹിതരെ, നിങ്ങളുടെ മുൻപാകെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, അങ്ങനെയൊന്നും ഒരു മനുഷ്യനും ദൈവത്തിലേക്ക് അടുക്കുവാൻ കഴിയില്ല. ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനല്ലേ വീണ്ടും ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ഇവിടുത്തെ സൂപ്പർസോണിക് വേഗത്തിൽ പായുന്ന ഫ്ലൈറ്റിൽ കയറിയാലോ റോക്കറ്റിൽ പാഞ്ഞാലോ ദൈവത്തിലേക്ക് നമുക്ക് അടുക്കുവാൻ കഴിയുമോ? ഇല്ല, 100% അതുകൊണ്ട് കഴിയില്ല. ഇനി ഏതെങ്കിലും കർമ്മങ്ങൾ കൊണ്ട് കഴിയുമോ? കർമ്മങ്ങൾ മനുഷ്യൻ നിരവധി അനവധികൾ ചെയ്യുന്നില്ലേ? യാഗങ്ങളും യോഗങ്ങളും തർപ്പണങ്ങളും ഒക്കെയായി ദൈവത്തിലേക്ക് അടുക്കാൻ മനുഷ്യൻ എത്രയോ നൂതനമായ സാങ്കേതിക വിദ്യകൾക്കനുസൃതമായി മനുഷ്യൻ തിരഞ്ഞു കണ്ടുപിടിക്കുന്നു. പക്ഷേ ദൈവത്തിലേക്ക് മനുഷ്യന് അടുക്കുവാൻ കഴിയുന്നുണ്ടോ? ഇല്ല സ്നേഹിത. എന്തിനാ ഞങ്ങൾ അത് ഓർമ്മപ്പെടുത്തുന്നറിയാമോ? ഈ കാലഘട്ടം കമ്പ്യൂട്ടർ യുഗത്തിൽ നിൽക്കുന്നു. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന സകല മേഖലകളും നോക്കിയാൽ ദൈവത്തിലേക്ക് അടുക്കുവാൻ ഇവയൊന്നും ഉദാത്തമായി തീർന്നിട്ടില്ല. ദൈവത്തിലേക്ക് അടുക്കുവാൻ മനുഷ്യന്റെ ചിന്തകൾ കൊണ്ട് ഒരു നാളും സാധ്യമല്ല. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം കാറ്റിൽ പറത്തുന്ന പൊടി പോലെ ഇവിടെ പാറിപ്പോകുമ്പോൾ ദൈവത്തിലേക്ക് അടുക്കുവാൻ മനുഷ്യന് എന്താണ് മാർഗം? അത് മനുഷ്യൻ തന്നെ കണ്ടുപിടിക്കേണ്ടത്. അത് ദൈവം തന്നെ തീരുമാനിക്കണം. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവം തിരഞ്ഞ് അവനെ സ്നേഹിച്ച് അവനെ വീണ്ടും മാറോടടയ്ക്കുവാൻ, വീണ്ടും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കരവിരുതിലേക്ക് എല്ലാവരും ഒരുമിച്ച് ചേരുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവം ഒരിക്കൽ ഏദന്റെ മണ്ണിൽ ഇറങ്ങി വന്നു. വിശുദ്ധ ബൈബിൾ പരിചയപ്പെടുത്തുന്നു, ദൈവം സന്ധിയായപ്പോൾ ഏദൻ മണ്ണിൽ ഇറങ്ങി വന്നിട്ട് വിളിച്ചു ചോദിച്ച ചോദ്യം ക്രിസ്ത്യാനി എവിടെ എന്നല്ല സ്നേഹിത, ഇവിടുത്തെ മുസൽമാനെവിടെ എന്നല്ല ദൈവം ചോദിച്ചത്, ഹിന്ദു എവിടെ എന്നല്ല ദൈവം ചോദിച്ചത്, മനുഷ്യ നീ എവിടെ? ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും അപ്പുറമായി മനുഷ്യനെ വിളിക്കുന്നു ദൈവം. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവായ പരമകാരുണ്യവാനായ സർവേശ്വരൻ, സകലത്തിന്റെയും ജഗത് ഗുരുവായവൻ, പരബ്രഹ്മമായവൻ, സകലത്തിനും കാരണഭൂതനായവൻ, ആദിനും അന്ത്യനുമായവൻ, ആൽഫയും ഒമേഗയുമായവൻ ദൈവം വിളിക്കുന്നു, മനുഷ്യ നീ എവിടെ? ഈ സായം സന്ധ്യയോടെടുക്കുന്ന വേളയിൽ ദൈവം ഈ ദേശത്ത് നിന്നുകൊണ്ട് ചോദിക്കുന്നു, എവിടെയാ സ്നേഹിത വീടിന്റെ പ്രാരാബ്ധങ്ങൾ, കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ, ജീവിതത്തിൽ പേറിക്കൊണ്ട് പ്രഭാതത്തിൽ വീട്ടിൽ നിന്നിറങ്ങിയ സാധാരണപ്പെട്ടവർ പാർക്കുന്ന ഈ ദേശത്ത് ഇതാ ദൈവം വിളിച്ചു ചോദിക്കുന്നു, എവിടെ? പകലധ്വാനിച്ചതിന്റെ നന്മകൾ ഒരു ഭാഗത്ത് താങ്കളുടെ കീശയിലോ മടിക്കുത്തിലോ എവിടെങ്കിലും താങ്കൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം. വൈകുന്നേര സമയമാകുമ്പോൾ അവ വീണ്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് മദ്യഷാപ്പുകളിലേക്കും വിവരേദികളിലേക്കും ഇവിടുത്തെ കൂട്ടായ്മകളിലേക്കും മനുഷ്യനെ കൊണ്ടെത്തിച്ച് മനുഷ്യന്റെ നന്മകൾ മുഴുവനും ഇവിടെ അപകരിക്കുവാൻ ശ്രമിക്കുന്ന ഈ ലോകത്തിന്റെ അദൃശ്യ ശക്തിയോട് മനുഷ്യൻ പടവെട്ടുവാൻ ഇതാ കരുത്താർജിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. സ്നേഹിത, ദൈവം മനുഷ്യനെ വിളിക്കുന്നു, മനുഷ്യ നീ എവിടെ? നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ദൈവസ്നേഹത്തിന്റെ സന്ദേശമാണ് സുവിശേഷം. ഒരിക്കൽ കൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ, സുവിശേഷം ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് ആളെ ചേർക്കുന്ന കുതന്ത്രങ്ങളല്ല. സുവിശേഷം ഒരു മനുഷ്യനെ ബലാത്കാരമായി മതം മാറ്റുന്നതുമല്ല. സുവിശേഷം ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് അകത്തലങ്ങളിൽ മാറ്റം സമ്മാനിക്കുന്നു. മനുഷ്യന്റെ ശരീരത്തിനല്ല മാറ്റം വരേണ്ടത്, മനുഷ്യന്റെ ഹൃദയത്തിന് മാറ്റം വരണം. പാപം അങ്കുരിക്കുന്നത് അവന്റെ ഹൃദയത്തിന്റെ അകത്തലങ്ങളില്ല. അന്തരംഗത്തിലെ സത്യങ്ങളെ ഗ്രഹിക്കുന്ന ദൈവം ഇന്ന് ഈ സായം സന്ധ്യയിലും അറിഞ്ഞുകൊണ്ട് സ്നേഹിത, നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിന്റെ കുടുംബത്തെ നോക്കാതെ, നിന്റെ ജാതി നോക്കാതെ, നിന്റെ കുലം നോക്കാതെ, നിന്റെ വർഗം നോക്കാതെ, നിന്റെ സൗന്ദര്യം നോക്കാതെ, നിന്റെ പണം ശ്രേഷ്ഠതകൾ നോക്കാതെ, സ്നേഹിതരെ നിങ്ങളെ സ്നേഹിക്കുന്ന സഖാ ഒരു ദൈവം. ആ ദൈവമാണ് ഈ പ്രപഞ്ചത്തിന്റെ കാരണഭൂതൻ. ആ ദൈവമാണ് എനിക്കും നിങ്ങൾക്കുമെല്ലാം ഈ പാർത്തരത്തിൽ പാർക്കുവാൻ അവസരം നൽകിയത്. ആ ദൈവം മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന്റെ സത്യമല്ലേ സുവിശേഷം? അതെ, അതാണ് സുവിശേഷം. മനുഷ്യ ജീവിതത്തിലേക്ക്, പാപപങ്കുലമായിരിക്കുന്ന ജീവിതത്തിലേക്ക് മനുഷ്യനെ നേടേണ്ടതിന് വേഷത്തിൽ മനുഷ്യനായി ദൈവം അവതരിച്ചു. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക, ദൈവം മനുഷ്യനായി അവതരിച്ചു. എന്തിന്?
മനുഷ്യനെ തിരഞ്ഞു രക്ഷിപ്പാൻ, മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി അവൻ മനുഷ്യവേഷത്തിൽ തന്നെ ദൈവം അവതരിച്ചു. ഇന്നേക്ക് 2016 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിന്റെ മണ്ണിൽ ഒരു കന്യകയിൽ ജാതനായി യേശുക്രിസ്തു എന്ന സത്യദൈവം. അത് ഒരു ജാതിയുടെ കുത്തക ദൈവമല്ല, ഒരു മതത്തിന്റെ കുത്തക ദൈവമല്ല, ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം ദൈവമല്ല. മനുഷ്യനായി പിറന്നിരിക്കുന്ന സകലരുടെയും സൃഷ്ടിതാവാണവൻ. അവൻ സകലത്തിന്റെയും കാരണഭൂതനാണ്. പ്രപഞ്ചത്തെ ഒരു വാക്കുകൊണ്ടുളവാക്കിയവൻ, ഈ നയനമനോഹരമായ ഭൂമിയെ ചവച്ചവൻ. അവൻ നിന്നെ സ്നേഹിക്കുവാൻ തന്റെ സ്നേഹം പ്രകടമാക്കിയത് കണ്ടോ? തിരുവചനം ഇങ്ങനെ പരിചയപ്പെടുത്തുന്നു, കണ്ണീ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടേണ്ടതിന് പിതാവ് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ശ്രോതാവേ, വഴിയോരങ്ങളിൽ വ്യാപാരം ചെയ്യുന്ന ഞങ്ങളുടെ പിതാക്കന്മാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ ശ്രദ്ധിക്കൂ. ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തിയത് കണ്ടോ? തന്റെ പൊന്നോമന പുത്രനായ യേശുക്രിസ്തു എന്ന ദൈവത്തെ ഈ ഭൂമിയിൽ മനുഷ്യന് വേണ്ടി തന്റെ ജീവനും വെച്ചു നൽകുവാൻ സ്വയം സമർപ്പിക്കപ്പെട്ടു. അവൻ സ്വയം യാഗമായി തീർന്നു. യേശുക്രിസ്തു നമ്മെ രക്ഷിപ്പാൻ വന്ന ഏക സത്യദൈവമാണ്. എങ്ങനെയാണ് രക്ഷ സ്വായുദ്ധമാക്കുന്നത്? സ്നേഹിതരെ, നിങ്ങൾ പണം കൊടുക്കണ്ട. യേശുക്രിസ്തുവിന്റെ രക്ഷ സ്വായുദ്ധമാക്കുവാൻ ദൈവമേ എന്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ. ദൈവമേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തെ അങ്ങ് ക്ഷമിക്കണമേ. അങ്ങയുടെ രക്തത്താൽ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ എന്ന് ആര് പറയുമോ അവരുടെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സാക്ഷാൽ ജീവിക്കുന്ന ഒരു ദൈവം. ആ ദൈവം ഈ സായം സന്ധ്യയിലും ഈ ദേശത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മുൻപാകെ ഈ സുവിശേഷത്തിന്റെ സത്യം ഞങ്ങൾ പ്രഘോഷിക്കുന്നു. എന്റെ വാക്കുകൾ ഇവിടെ ഞാൻ വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശ്രോതാവേ, അറിയാതെ പോകരുത്. മനുഷ്യന്റെ ആയുസ് 70, ഏറിയാൽ 80. അതിന്റെ പ്രതാപവും പ്രയാസവും ഭയങ്കരവും ദുഃഖവും അത്രയെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഭൂമിയിൽ എന്തെല്ലാം നേടിയാലും അവയെല്ലാം നാം ഇട്ടിട്ട് ഈ ഭൂമിയിൽ നിന്നും വെറും കൈയോടെ നാം എല്ലാം മടങ്ങേണ്ടി വരും. പണമുള്ളവനും പണമില്ലാത്തവനും, കുലശ്രേഷ്ഠനും കുലമഹിമയുള്ളവനും ഇല്ലാത്തവനും എല്ലാം ഒരുപോലെ മരണത്തിന് കീഴടങ്ങി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പേ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം സമ്മാനിച്ച ആത്മാവ് അറിയേണ്ടതും ആത്മാവ് സ്വീകരിക്കേണ്ടതുമായ ഒരു യാഥാർത്ഥ്യം മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അത് യേശുക്രിസ്തു എന്ന ഏകനാമമാകയാൽ ആ നാമത്തിൽ രക്ഷയുണ്ട്, ആ നാമത്തിൽ രോഗസൗഖ്യമുണ്ട്, ആ നാമത്തിൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. സ്നേഹിത, എല്ലാ പ്രശ്നത്തിനും പരിഹാരം